ഹായ്, കുറച്ച് ദിവസം കൊണ്ട് 30% റിട്ടേൺ തന്ന ഒരു സ്വിംഗ് ട്രേഡിന്റെ അനാലിസിസ് വീഡിയോ ആണിത്. ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ വേണ്ടി ഞാൻ അതിനെ എങ്ങനെ അനലൈസ് ചെയ്തു എന്നാണ് പറയാൻ പോകുന്നത്. ഇത് പ്യൂർലി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആയിരിക്കും. കാരണം ഓൾറെഡി ഞാൻ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്തു, അതിനുശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങളൊരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എൻട്രി എടുത്ത സ്റ്റോക്കിന്റെ പേര് ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്നാണ്. അതിന്റെ ചാർട്ടാണ് ഈ കാണുന്നത്. അനാലിസിസിന് വേണ്ടി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നോർമൽ കാൻഡിൽസ് അല്ല, ഹെയ്ക്കിനാഷി കാൻഡിൽസ് ആണ്. കഴിഞ്ഞ വർഷം മാർക്കറ്റ് ഡൗൺ ആവാൻ തുടങ്ങിയ സമയം മുതൽ തന്നെ ഈ സ്റ്റോക്കും ഡൗൺ ട്രെൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു പോയിന്റിൽ വെച്ച് ഈ ട്രെൻഡ് ലൈൻ അത് ബ്രേക്ക് ചെയ്തു. വീണ്ടും അതേ ലൈനിൽ സപ്പോർട്ട് എടുത്ത് മേലോട്ടേക്ക് പോകാൻ തുടങ്ങിയതാണ് ഈ സ്റ്റോക്കിന്റെ ഡൗൺ ട്രെൻഡ് അവസാനിച്ചു എന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഹിന്റ്. പക്ഷെ തൊട്ടുമേലെ ഈ കാണുന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലാണ്. അതുകൊണ്ട് തന്നെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി എടുക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതുപോലെ ഈ ഒരു ലെവലിൽ, അതായത് 30 രൂപ റേഞ്ചിൽ ഞാനൊരു സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു പാനിക് സെല്ലിംഗ് സിറ്റുവേഷൻ അവിടെ വരികയും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. ആ ഒരു സിറ്റുവേഷനിൽ ഇത് തിരിച്ച് കയറുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ ആസ് എ ട്രേഡർ നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ വീണ്ടും അതേ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ എൻട്രി എടുത്തു. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവലിലായിരുന്നു. സ്റ്റോപ്പ് ലോസ് നേരത്തെ വെച്ച 30 രൂപ റേഞ്ച് തന്നെയാണ്. ടാർഗറ്റ് ഇവിടെ വെക്കാനുണ്ടായ കാരണം ചാർട്ട് നോക്കി തന്നെയാണ് വെച്ചത്. ചാർട്ട് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇവിടെ നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് അതുപോലെ തന്നെയായിരുന്നു. ആ ഒരു ഏരിയയിൽ നല്ല റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും മേലോട്ട് കയറി പോവുക ചെയ്തത്. ഇവിടെ എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടും ഞാനിത് സെല്ല് ചെയ്തില്ല. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. സ്വിംഗ് ട്രേഡിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. എൻ്റെ ആവറേജ് പ്രൈസ് 37.34 ആയിരുന്നു. 841 ക്വാണ്ടിറ്റിയാണ് ഞാൻ വാങ്ങിയത്. അതായത് ഏകദേശം 31,400 രൂപക്കാണ് ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിയത്. വളരെ സിമ്പിൾ ആയിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും മാത്രം നോക്കി എൻട്രി എടുത്തിട്ടുള്ള ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ ഒരു ചാർട്ട് നോക്കി സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലാക്കാൻ മാത്രം പഠിച്ചാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടുതൽ സമയം ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം.